so much. എല്ലാവർക്കും നമസ്കാരം. IFBHന്റെ 1590 ദിവസത്തെ മലയാള പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് ഒരു പ്രത്യേക പരിപാടിയാണ്. അതായത് ആരോഗ്യ മേഖലയിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയമാണ്. ഹോമിയോപ്പതിയുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് നമ്മൾ ഈ മാധ്യമങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നതിലേക്ക് അതിലൂടെ വളരാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ അതിലൊരു മാറ്റം വരുത്താനാണ് IFBH ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പലതരം പരിപാടികൾ സംഘടിപ്പിച്ച് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ അതിഥി VS രാജേഷ് സാറാണ്. അദ്ദേഹം അസോസിയേറ്റ് എഡിറ്ററാണ് കേരള കൗമുദിയുടേത്. സാർ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കേരള കൗമുദി ഒരുപാട് സാമൂഹിക മാറ്റങ്ങൾ വരുത്തിയ പത്രമാണ്. ഹോമിയോപ്പതിയെ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇടയ്ക്ക് ഈ പേറിവിഷന്റെ കാര്യവും അതുപോലെ തന്നെ തുല്യതയുടെ കാര്യം വന്നപ്പോഴും കേരള കൗമുദി ശക്തമായിട്ട് എഡിറ്റോറിയൽ എഴുതിയിരുന്നു. അതുപോലെ തന്നെ കോവിഡിന്റെ സമയത്തും മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റോറിയൽ പത്രമാണ്. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് സാറിൽ നിന്നും അത്തരത്തിലുള്ള ഒരു പ്രഭാഷണം പ്രതീക്ഷിക്കാം. ഞാൻ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ അവർ പത്രക്കാരെ സംബന്ധിച്ചോളം ഒട്ടും സമയമില്ലാത്തൊരു, കാരണം യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പൊ അതിന്റെ തിരക്കിലായിരുന്നു. വിശ്വസിക്കാനാകാത്ത ഞാൻ ഡോക്ടറെ ധനേഷ് ഡോക്ടറെ രാജേഷ് ഡോക്ടർ സാറിന് കോഹോസ്റ്റ് ആക്കാണേ. ഓക്കെ. അപ്പൊ അത്രയും ഒരു തിരക്ക് കൂടി സമയത്താണ് നമ്മളതിൽ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചത്. ഓക്കെ രാജേഷ് സാറെ കേൾക്കാമോ? വീഡിയോ ഓൺ ആക്കിയ ജസ്റ്റ് ജോയിൻ ചെയ്തേ ഉള്ളൂ. യൂത്ത് ഫെസ്റ്റിവലിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും വളരെ തിരക്കുള്ള ഒരു സമയമാണ്. ശ്രീ കേരള കൗമുദിയുടെ അസോസിയേറ്റ് രാജേഷ് സാറിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. സാർ, എനിക്ക് സംസാരിക്കാം. കേൾക്കാമോ സാർ? ഇതിന്റെ സംഘാടകരോട് കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഇതിന്റെ സംഘാടകരോട് ആദ്യം തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ ഉള്ള കേരള കൗമുദിക്ക് വേണ്ടി അതിന്റെ അസോസിയേറ്റ് എഡിറ്റർ എന്നുള്ള നിലയിൽ നന്ദി അറിയിക്കുന്നു. വളരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പരിപാടി വളരെ ദീർഘമായ ഒരു കാലയളവ് പിന്നിട്ട് 1000-ലധികം വെബിനാറുകൾ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ഇത് അഭിനന്ദനാർഹമാണ്. ഇതിന്റെ സംഘാടകരെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു. ഹോമിയോപ്പതി മെഡിസിൻ എന്ന് പറയുന്നത് പൊതുവെ ഒരു ഒരു ലൈറ്റ് മോഡ് എന്നൊക്കെ പറയാറുണ്ട്. കാരണം അലോപ്പതി, അത് കഴിഞ്ഞാൽ ഒഴിച്ചിലും പിഴിച്ചിലും എല്ലാം ഉള്ള ആയുർവേദം. പക്ഷേ നിശബ്ദമായി ഇതിന്റെ പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ അസുഖത്തെ ഭേദമാക്കുന്ന ഒന്നാണ് ഹോമിയോപ്പതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്ത് കടപ്പാക്കടയിൽ ജനിച്ച് വളർന്ന കോളേജിൽ പഠിച്ചിട്ടാണ് പിന്നെ തിരുവനന്തപുരത്തേക്കും ജേർണലിസം പഠിക്കാൻ കൊച്ചിയിലേക്കും ഒക്കെ പോയത്. അന്ന് എൻ്റെ വീടിന്റെ നെയ്ബർ, അത് അയൽക്കാരനായിരുന്ന ഒരു ഗോപി ഡോക്ടറായിരുന്നു, ഡോക്ടർ ഗോപിനാഥൻ. അദ്ദേഹം ഒരു ഹോമിയോ ഡോക്ടറായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അസുഖമുള്ള ആൾക്കാർ എത്തുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വളരെ കൈപുണ്യമുള്ള ഡോക്ടർ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സ തേടി എത്തുന്ന ആൾക്കാർക്കെല്ലാം ഒരു രോഗശമനം ഉണ്ടാകുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളും പലരും എഞ്ചിനീയർമാരും ചിലർ ഡോക്ടർമാരുമായിട്ടൊക്കെ ഉണ്ട്. ഗോപി സാർ മരിച്ചുപോയി. പ്രായാധിക്യത്തിനെ തുടർന്ന് വാർദ്ധക്യ സഹജമായ അസുഖത്താൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള ഒരു റിലീഫ് അല്ലയോ എന്നുള്ള ഒരു ആശങ്ക എപ്പോഴും സാധാരണ ജനവിഭാഗങ്ങൾക്കിടയിലുണ്ട്. പെട്ടെന്ന് അസുഖം ഭേദമാകണമെങ്കിൽ അലോപ്പതിയെ സമീപിക്കണം, വളരെ മാരകമായിട്ട് ഉള്ള അസുഖമാണെങ്കിൽ ആയുർവേദത്തെ സമീപിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ പാർശ്വഫലങ്ങളില്ലാതെ അസുഖം ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഹോമിയോപ്പതിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തെമ്പാടും ഉണ്ട്. അതിൽ കേരളത്തിലും നമുക്ക് ഹോമിയോപ്പതിയുടെ ചികിത്സ വളരെയധികം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഈ വെബിനാർ സംഘടിപ്പിക്കുന്ന ഈ ദിവസം, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് തന്നെ പുതിയൊരു വൈറസിന്റെ ആവിർഭാവം ലോകത്തെ ആകെ
പിന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ചൈനയിൽ വളരെ വ്യാപിച്ചു കഴിഞ്ഞുവെന്ന് പുറം ലോകം പറയുകയും ചൈന ഇതിനോടകം നിഷേധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന HMPV വൈറസിന്റെ ഒരു ആവിർഭാവം ഇത് വളരെ മുമ്പേ ഉണ്ടായിരുന്നെന്നും പലപ്പോഴും ഇന്ത്യയിലടക്കം വന്നിട്ടുണ്ടെന്നുമുള്ള വാർത്തകളുണ്ടെങ്കിലും അതിന്റെ ഒരു ആശങ്കയുടെ പടിവാതിലിലാണ് ലോകം. കേരളത്തിലും അതിന്റെ തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ പ്രായമുള്ളവർ മാസ്ക് ധരിച്ച് പുറത്തിറങ്ങണം എന്നൊക്കെ ഇതിനോടകം തന്നെയുള്ള പ്രഖ്യാപനങ്ങളും മറ്റും വന്നിട്ടുണ്ട്. കോവിഡ് പോലെ നമ്മളെ ഇതൊരു കെടുതിയിൽപ്പെടുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെ നേരിടാനുള്ള മുൻകരുതലുകൾ നടപടികൾ എടുക്കാം. ഇതിന് ഹോമിയോയിലടക്കമുള്ള ചികിത്സാ മാർഗം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കോവിഡ് വന്നപ്പോൾ നമുക്കെല്ലാം കഴിക്കാനായിട്ട് ഹോമിയോ ഗുളികകൾ കൊണ്ട് തന്നിരുന്നു മുൻകരുതൽ എന്നുള്ള നിലയിൽ. അത് വളരെ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആരോഗ്യ ചികിത്സാ മേഖലയിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്നുള്ളതാണ് വിഷയം. നമ്മുടെ ജനാധിപത്യത്തെ കുറ്റമറ്റതാക്കി സംരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജാഗ്രതയോടെ പ്രവർത്തിക്കുക എന്നതാണ് ഏത് കാലത്തും മാധ്യമങ്ങളുടെ ധർമ്മം. ഈ അർത്ഥത്തിലാണ് മാധ്യമങ്ങളെ ജനാധിപത്യത്തിന്റെ 4ാം തൂണായി വിശേഷിപ്പിക്കുന്നതല്ല. മാധ്യമങ്ങളിലൂടെയാണ് മാധ്യമങ്ങളിലൂടെയാണ് ഈ ചികിത്സാ സംബന്ധിയായ ബോധവൽക്കരണം എപ്പോഴും നടത്താൻ കഴിയുന്നത്. കാരണം കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. കാരണം മാധ്യമങ്ങളിലൂടെ എത്രമാത്രം ബോധവൽക്കരണം നടത്തി. ജനങ്ങൾ വളരെ പാനിക്കായിരുന്നു, വളരെ ആശങ്കാകുലരായിരുന്നു. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ അത് കാണാൻ വേണ്ടി എല്ലാ ആബാലവൃദ്ധ ജനങ്ങളും കാത്തിരുന്ന ഒരു കാലമായിരുന്നു. അതൊക്കെ ആ അസുഖത്തെ കുറിച്ചുള്ള ശരിയായ ധാരണകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് മാധ്യമങ്ങളാണ്. അന്നേരം മാധ്യമങ്ങൾക്ക് എപ്പോഴും ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വലിയ റോൾ വഹിക്കാനുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താറുമുണ്ട്. കാരണം മാധ്യമങ്ങൾ വല്ലാതെ സെൻസിറ്റീവായി വാർത്ത കൊടുത്ത് ആശങ്കകൾ പരത്തുന്നു. അത് ഇപ്പം നമ്മുടെ സമൂഹത്തിന്റെ നാനാമേഖലകളിലും മൂല്യച്യുതികൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം എല്ലാ രംഗത്തും എന്ന പോലെ മാധ്യമ രംഗത്തും ഉണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ മാധ്യമങ്ങൾ വലിയ ഒരു റോളാണ് ഈ മേഖലയിൽ വഹിക്കുന്നത്. ഇവിടെ നാം ഓർക്കേണ്ട കാര്യം, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കേവലം ഭരണ സംവിധാനത്തിലെ ഒരു രീതി മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ അഖിലാണ്ട മണ്ഡലങ്ങളിലും അനുവർത്തിക്കേണ്ട ഒന്നാണ്. ജനാധിപത്യ മൂല്യങ്ങൾ പൂത്തുലയുന്ന ഒരു സാമൂഹ്യ ജീവിതം സാക്ഷാത്കരിക്കുക എന്നതാണ് ഇതിന്റെ വിശാലമായ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ സർവ്വതലങ്ങളിലും അർത്ഥപൂർണമായ ഇടപെടലുകൾ നടത്താൻ മാധ്യമങ്ങൾക്ക് ചുമതലയുണ്ട് എന്നാണ് അർത്ഥമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിന്റെ ഏത് മേഖലകളിലെയും മോശമായ പ്രവണതകളെയും സംഭവവികാസങ്ങളെയും നോക്കിക്കാണാനും ജനങ്ങൾക്ക് മാർഗദർശകമായി മാറാവുന്ന വിവരങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് നൽകാനുമെല്ലാം മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ മാധ്യമരംഗത്ത് പോരായ്മകളുണ്ട് എന്നുള്ളതിനോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലും അത്തരം ചില സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നിമിഷം ഞാൻ എൻ്റെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു പത്രപ്രവർത്തകനായിട്ട് വന്നിട്ട് ഇപ്പം 38 വർഷത്തോളമായി. ഇതിനിടയിൽ പലപ്പോഴും പല ആരോഗ്യ മേഖലയിലെ പല റിപ്പോർട്ടുകളും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വഴിമാറുന്ന വൈദ്യ പഠനം എന്നുള്ള നിലയിൽ അലോപ്പതി മേഖലയിൽ നടന്ന ചികിത്സാ രീതികളിൽ വന്ന ഈ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം ഒരു പരമ്പര എഴുതി. ഇത് കഴിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിലെ ഒരു വലിയ റിപ്പോർട്ടായിരുന്നു SSLC ചോദ്യപേപ്പർ ചോർച്ച. SSLC ചോദ്യപേപ്പർ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ്. ആ ചോദ്യപേപ്പർ ചോരുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ സ്വാധീനത്തിന്റെ ഭാഗമായി ചോദ്യപേപ്പർ ചോർന്ന വിവരം അത് പുറത്തു കൊണ്ടുവരികയും അത് റിപ്പോർട്ട് ചെയ്ത് CBI ആ കേസ് അന്വേഷിക്കുകയും പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്ത ഒരു വാർത്താ പരമ്പര കൊണ്ടുവന്ന ഒരാളെന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരോഗ്യ മേഖലയിൽ എൻ്റെതായ ഒരു എളിയ സംഭാവന നൽകിയിട്ടുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഒരു ഡോക്ടറാണ്. അദ്ദേഹം FRCP ഒക്കെ നേടിയ ഒരു ജനറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ്. അമ്മയുടെ എല്ലാം ഒരു എന്താ പറയുന്നത്, അമ്മയുടെ പിന്നെ ഒരു
അസുഖങ്ങളുടെ ഒരു കംപ്ലീറ്റ് വിവരം അറിയാവുന്ന ഒരാളുമാണ്. ഞങ്ങളുടേതൊരു ക്ലോസ് നിറ്റ് ഫാമിലിയാണ്. ഒരു ഓണം കഴിയുന്ന ദിവസം എൻ്റെ അമ്മയ്ക്ക് ഒരു നെഞ്ചുവേദന വരികയും തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ആ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു, അമ്മയ്ക്ക് അടിയന്തരമായിട്ട് ആൻജിയോഗ്രാം ചെയ്യണം, ECG വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ECG വേരിയേഷന്റെ ഒക്കെ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എൻ്റെ സഹോദരൻ, മൂത്ത സഹോദരൻ ഡോക്ടറെ, അദ്ദേഹം പറഞ്ഞു കൺസർവേറ്റീവ് മാനേജ്മെന്റ് മതി. പക്ഷെ അവർ നിർബന്ധിച്ചു, ഒന്നെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പുറത്ത് രോഗിയെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ പിന്നെ വേറെ മാർഗമില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ നിർദ്ദേശം പാലിക്കുകയും അമ്മയ്ക്ക് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യുകയും ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ യാതൊരു ബ്ലോക്കുകളും ഇല്ല. പക്ഷെ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി ഡൈ ഇഞ്ചക്ട് ചെയ്തിരുന്നു. അതിൻ്റെ അലർജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർശ്വഫലത്തെ തുടർന്ന് അമ്മയെ അടിയന്തരമായിട്ട് IC യൂണിറ്റിൽ പ്രവേശിപ്പിക്കുകയും അടുത്ത ദിവസം എൻ്റെ അമ്മ മരിക്കുകയും ചെയ്തു. സ്റ്റെന്റ് എന്നുള്ള ഹൃദയ ചികിത്സയ്ക്ക് വളരെ ഉപകാരപ്രദമായി പിൽക്കാലത്ത് മാറിയ ആ ഒരു ഉപകരണങ്ങൾ നിർബന്ധമായി രോഗിയിൽ ഘടിപ്പിച്ച് വലിയ രീതിയിൽ പണം കൊള്ളയടിക്കുന്ന ഒരു മാഫിയ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും പ്രവർത്തിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം അതിൻ്റെ ഒരു കച്ചവടത്തിലെ തട്ടിപ്പുകളെ അന്വേഷിച്ച് ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. അതിലെനിക്ക് ഞാൻ മുൻപ് ഡൽഹി ലേഖകനായി പ്രവർത്തിച്ചുകൊണ്ട് എനിക്കുള്ള കുറെ കോണ്ടാക്റ്റുകൾ അതിന് സഹായമായി. ഏറ്റവും എന്നെ സഹായിച്ചത് അടുത്ത കാലത്ത് അന്തരിച്ച ഡോക്ടർ MS വല്യത്താനായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ പത്മശ്രീ നേടിയ ഡോക്ടർ വിജയരാഘവൻ അടക്കമുള്ള ഒരുപാട് ഡോക്ടർമാരുടെ സഹായം തേടി. അവരെല്ലാം അതിൽ പിന്തുണച്ചു. കേരളത്തിൽ നമ്മൾ ഈ പരമ്പര പ്രസിദ്ധീകരിച്ച ശേഷം പല കോണുകളിൽ നിന്നും പ്രതികരണങ്ങൾ വന്നു, അവരുടെ അനുഭവങ്ങൾ വന്നു. അവസാനം ഈ പരമ്പര പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള ഒരു MP ഉന്നയിക്കുകയും പാർലമെന്റിൽ അത് ചർച്ച ചെയ്യുകയും നരേന്ദ്രമോദി സർക്കാരായിരുന്നു അന്ന്, ഇപ്പോഴത്തെ പോലെ, അവർ സ്റ്റെന്റിന്റെ വില ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു. അതിനിടയാക്കിയ ആ പരമ്പരയ്ക്കായിരുന്നു, ഞാൻ എഴുതിയ ആ പരമ്പരയ്ക്കായിരുന്നു ആ വർഷത്തെ നാഷണൽ അവാർഡ്, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റിക് എക്സലൻസിനുള്ള നാഷണൽ അവാർഡ് ആ പരമ്പരയ്ക്കായിരുന്നു, സ്റ്റെന്റിന്റെ വില കുറയ്ക്കാനിടയാക്കിയ. അങ്ങനെ ഒരു സംഭാവന നൽകി എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അന്ന് അരുൺ ജെയ്റ്റ്ലിയുടെ നിന്നാണ് ആ അവാർഡ് വാങ്ങിച്ചത്. അതേ തുടർന്ന് പലയിടത്തും ഗണ്യമായി സ്റ്റെന്റിന്റെ വില കുറച്ചു. പക്ഷെ കാലാന്തരത്തിൽ നോക്കുമ്പോൾ സ്റ്റെന്റിന്റെ വില കുറഞ്ഞെങ്കിലും ഹോസ്പിറ്റാലിറ്റി ചാർജ് എന്നുള്ള പേരിൽ പണം ഇപ്പോഴും വലിയ രീതിയിൽ രോഗികളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വൃക്ക മാറ്റിവെക്കുന്നതിന്റെയും കരൾ മാറ്റിവെക്കുന്നതിന്റെയൊക്കെ വലിയ വലിയ ബോർഡുകൾ, കുഴിമന്തി എന്ന് എഴുതി വെച്ചതുപോലെ തന്നെ ആശുപത്രികളുടെ പേരുകളും എഴുതി വെക്കുന്ന ബോർഡുകൾ നമുക്ക് കാണാം, വലിയ ഹോർഡിങ്സ് ഒക്കെ ആശുപത്രികളെ കുറിച്ച്. അപ്പോൾ ആരോഗ്യ പരിപാലനം ഒരു കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ചില ഹോസ്പിറ്റൽ ഉടമകൾ പറയും, ഇതുപോലൊരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടു പോകേണ്ട ചെലവിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു, അത് വളരെ ഭാരിച്ചതാണ്. അന്നേരം അത് നേരിടാൻ ഇത്തരത്തിലുള്ള ചില ചികിത്സകൾ വേണം. അതായത് ഒരു രോഗി വരികയാണെങ്കിൽ ആ രോഗിയെ കൊണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്യും. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം ഡോക്ടർ KN പൈ എന്നൊക്കെ പറയുന്ന വലിയ ഭിഷഗ്വരന്മാർ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് നാഡി പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പലരും വായിച്ചിട്ടുണ്ടായിരിക്കും, ജീവൻ മത്സായിയെ പോലെ നാഡി പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അസുഖം എന്താണെന്ന് നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഡോക്ടർമാരുടെ കാലം കഴിഞ്ഞോ എന്ന് പോലും ആശങ്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് അതിന്റെ എല്ലാ സ്ഥാനത്ത് യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പൊ രോഗിക്ക് പോലും ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഒരു ഇഞ്ചക്ഷൻ എടുത്തില്ലേ ഡോക്ടർ ഒന്ന് സൂചി വെച്ചില്ലേ എന്ന് പറയാറുണ്ട്. സൂചി വെച്ചാൽ അസുഖം മുഴുവൻ പോകും എന്ന് കരുതിയിരുന്ന കാലത്ത് നിന്നും ഇപ്പോൾ സ്കാനിങ്, അത് അൾട്രാസൗണ്ട് തൊട്ട് MRI തൊട്ട് ഇപ്പൊ പെറ്റ് സ്കാൻ, അങ്ങനെ വിവിധ ഇനം സ്കാനുകൾ എല്ലാം വലിയ വലിയ ആയിരങ്ങൾ മുടക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ ഇത് മുടക്കാനും പറ്റുന്ന ഒരു വിഭാഗം ജനതവി എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ഇതിനൊന്നും അവസരമില്ലാത്ത പാവപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് ജീവിതത്തിന് മുന്നിൽ ഇത്തരം രോഗങ്ങൾ പിടിപെട്ടാൽ ചികിത്സ വഴിമുട്ടി നിൽക്കുകയാണ്. കുറച്ചൊക്കെ സർക്കാർ ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിലാണ് ഹോമിയോ മെഡിസിന്റെ പ്രാധാന്യം. ആ ഹോമിയോ മെഡിസിൻ ജനങ്ങൾ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്, അതിന് ഏതൊക്കെ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയുന്നുണ്ട്, അത്തരം ഒരു ബോധവൽക്കരണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു വെബിനാർ വലിയ രീതിയിൽ പ്രയോജനം ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്
ജനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ചികിത്സാ മേഖലയുടെ പുരോഗതി വളരെ ഹനുമാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ വിഖ്യാതമായിട്ടുള്ള ഭിഷഗ്വരന്മാരുടെ ഒരു പാരമ്പര്യം പേറുന്ന ഈ ചികിത്സാ സമ്പ്രദായം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പാർശ്വഫലങ്ങളില്ലാത്തതും വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാത്തതുമായിട്ടുള്ള ഒന്നാണ്. അന്നേരം ആ മേഖല ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതേക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തുന്നിടത്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ജീവിതത്തിന്റെ ഏത് മേഖലയെ ഏത് പ്രവണതകളെയും സംഭവവികാസങ്ങളെയും നോക്കിക്കാണാനും അവിടങ്ങളിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഇടപെടാനും അവ ഭരണാധികാരികളെ കൊണ്ട് പരിഹരിപ്പിക്കുന്നതിനും ഉപകരണമായി വർത്തിക്കേണ്ട ചുമതല മാധ്യമങ്ങൾക്കുണ്ട്. അത് സത്യമാണ്. ഇത്തരം വിപുലവും ഗൗരവതരവുമായ ചുമതലയുള്ളവരാണ് മാധ്യമങ്ങൾ എന്നതുകൊണ്ടാണ് മാധ്യമങ്ങൾ സമൂഹത്തെ പുനഃക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. മീഡിയ ഈസ് റീഷേപ്പിംഗ് ദ സൊസൈറ്റി എന്ന് ഇംഗ്ലീഷ് മാധ്യമ പണ്ഡിതന്മാർ പറയുന്നു. മാധ്യമങ്ങളുടെ അതിവിപുലവും വിശാലവുമായ ഈ ധർമ്മത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മാധ്യമങ്ങളുടെ വൈവിധ്യമാർന്ന സാമൂഹ്യ ഇടപെടലുകളെ കാണേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആരോഗ്യ മേഖലയിൽ മാധ്യമങ്ങൾ നടത്തേണ്ട ഇടപെടലുകൾക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട്. ഒരു സമൂഹം അടിസ്ഥാനപരമായി ആരോഗ്യത്തോടെ നിലകൊള്ളുക എന്നത് ആ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് അനിവാര്യമായ ഘടകമാണ്. മനസ്സും ശരീരവും ആരോഗ്യത്തോടെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ആരോഗ്യകരമായ ചിന്തകളും സ്വപ്നങ്ങളും ഉണ്ടാവുകയുള്ളൂ. ആരോഗ്യകരമായ ചിന്തകളാകട്ടെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സുപ്രധാനമാണ്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാമൂഹ്യ ജീവിത പുരോഗതിയുടെ സൂചകങ്ങളിൽ നമ്മുടെ കേരളം ഏറെ ഉയരങ്ങളിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വികസിത രാജ്യങ്ങളോട് പോലും കിടപിടിക്കാൻ കഴിയുന്ന സാമൂഹ്യ ജീവിത മുന്നേറ്റം സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യം പല അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. സാക്ഷരതയിലെ കുതിച്ചുചാട്ടം, വിദ്യാഭ്യാസ പുരോഗതി, സ്ത്രീ മുന്നേറ്റം, ആരോഗ്യ മേഖലയിലെ അഭിവൃദ്ധി. ആരോഗ്യ മേഖലയിൽ നമുക്കെല്ലാവർക്കും അറിയാം കേരള മോഡൽ തന്നെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ എല്ലാം, അതുപോലെ തന്നെ ശിശുമരണ നിരക്കിലെ കുറവ്, മികച്ച ആയുർദൈർഘ്യം തുടങ്ങിയവയൊക്കെയാണ് കേരളത്തിന് അഭിമാനകരമായ ഈ നേട്ടങ്ങൾക്കിടയാക്കിയത്. ഇവ ഓരോന്നും വിശദമായി പരിശോധിച്ചാൽ അവയിലെല്ലാം ഒരു വിളക്കുമാടം പോലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് മാധ്യമങ്ങളാണെന്ന് കാണാം. മാധ്യമങ്ങളെ ആൾക്കാർ പഴിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ തന്നെ കഴിഞ്ഞ ദിവസം യുപിയിൽ ഒരു മാധ്യമ പ്രവർത്തകനെ, അവിടുത്തെ പ്രാദേശിക ചാനൽ നടത്തിയിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ അവിടുത്തെ അഴിമതികൾക്കെതിരെ എഴുതിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊലപ്പെടുത്തി, ക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത പത്രങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാർ ആക്രമിക്കപ്പെടുന്നു. നമുക്കറിയാം നമ്മുടെ എല്ലാം നാട്ടിൽ തന്നെ കൊട്ടാരക്കരയില് വന്ദനാദാസ് എന്നുള്ള ഒരു പെൺകുട്ടി, ആ കുടുംബത്തിന്റെ ഏക ആശ്രയമല്ല, ആ പ്രതീക്ഷയായിരുന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടത് നമ്മുടെ നാട്ടിലാണ്. അധികം വൈകിട്ടില്ല, ആർജിക്കർ എന്നുള്ള കൽക്കട്ടയിലെ ആശുപത്രിയിൽ ഒരു ജൂനിയർ ഡോക്ടർ അല്ലെ PGക്ക് പഠിക്കുന്ന ഒരു ഡോക്ടർ പീഡിപ്പിക്കപ്പെട്ട് മരിച്ചു. അവരുടെ അച്ഛനും അമ്മയും കോടതിയുടെ മുന്നിൽ വന്ന് നീതി തേടി അലഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീതി കിട്ടിയില്ല. അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്നവര് ആ രീതിയിലുള്ള യാതൊരു പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. ആ കേസ് ഇപ്പോഴും ദുർബലപ്പെട്ടു പോയിരിക്കുകയാണ്. അതിന് ഇതുപോലെ ഡോക്ടർമാർ ആക്രമിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. ഇവിടെ എല്ലാം ഈ അലോപ്പതി എന്നുള്ള ഒരു വലിയ വിഭാഗമാണ് നമ്മുടെ എല്ലാം മുന്നിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമായിട്ട് നിലനിൽക്കുന്നത്. അവിടെ അലോപ്പതിയും ആയുർവേദവും ഉണ്ടെങ്കിലും ഹോമിയോപ്പതി എന്നുള്ള ചികിത്സാ സമ്പ്രദായത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇതുപോലുള്ള വെബിനാറുകൾ ഗുണം ചെയ്യുമെങ്കിലും ഇപ്പോഴും വേണ്ടത്ര പ്രചാരം ഈ ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ചികിത്സാ സമ്പ്രദായമായിട്ടും ആ ഹോമിയോപ്പതിയെ ആശ്രയിക്കുന്ന ആൾക്കാർ എത്രമാത്രം ഉണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല. എങ്കിലും നമുക്കറിയാം ചില കേന്ദ്രങ്ങളിൽ ആ ഹോമിയോ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഗുണകരമായിരിക്കും എന്ന് ആൾക്കാർ പറയുകയും ചിലയിടത്ത് ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ചികിത്സയുടെ പ്രാധാന്യം ബോധവൽക്കരണത്തിലൂടെ കൊണ്ടുപോകുന്നതിൽ ഹോമിയോപ്പതി രംഗത്ത് പ്രവർത്തിക്കുന്നവർ എത്രമാത്രം വിജയിച്ചിട്ടുണ്ടോ, അവരെ പിന്തുണയ്ക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നില്ല. മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ആരോഗ്യരംഗത്തിൽ ഒരു ലേഖനം വന്നാലായി, അല്ലെങ്കിൽ ഒരു ഹോമിയോപ്പതി ദിനത്തിൽ ഒരു ലേഖനം കൊടുത്താലായി.
മാധ്യമങ്ങൾക്ക് ഇപ്പം പരിമിതികൾ ഒരുപാടുണ്ട്, സ്ഥലപരിമിതി, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ റീഡബിലിറ്റി, ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. പക്ഷെ ഈ ചികിത്സയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്യാമ്പുകൾ, ഇതുപോലുള്ള വെബിനാറുകൾക്ക് പുറമെ ഇതുപോലുള്ള ക്യാമ്പുകൾ പല നാട്ടിൻപുറങ്ങളിലും മറ്റും നടത്തുന്നത് വളരെ നന്നായിരിക്കും. സർക്കാർ ഈ കാര്യത്തിൽ ഹോമിയോപ്പതി രംഗത്തെ എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ സഹായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒരു അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടം അത് നടത്തേണ്ടി വരും. നടത്തുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വളരെ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു ഒത്തുചേരലിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വെബിനാറുകളൊക്കെ നടക്കുന്നതെന്ന് എനിക്കറിയാം. ആരോഗ്യ മേഖലയിലെ പുരോഗതിയുടെ കാര്യം തന്നെ എടുക്കാം. ഏതെല്ലാം രോഗങ്ങളെയാണ് നാം പൊരുതി പരാജയപ്പെടുത്തിയിട്ടുള്ളത്. കേരളം രൂപപ്പെടുന്ന 6-7 ദശകങ്ങൾക്ക് മുമ്പ് കുഷ്ഠം, ക്ഷയം, വസൂരി തുടങ്ങിയ രോഗങ്ങളെ ഭയത്തോടെയാണ് നാം കണ്ടിരുന്നത്. ഈ രോഗബാധിതരെ ബന്ധുക്കൾ മാത്രമല്ല, സമൂഹം ഒന്നടങ്കം മാറ്റി നിർത്തിയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന, പ്രതിപക്ഷ നേതാവായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിനെ തന്നെ വസൂരി പിടിപെട്ട് കൊണ്ട് വലിച്ചെറിഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ് കളഞ്ഞതാണ്. അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അന്നേരം ആ കാലത്ത് വസൂരി പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ മരണമല്ലാതെ മറ്റു മാർഗമില്ല. ആ കാലത്ത് നിന്നൊക്കെ വൈദ്യരംഗം അല്ലെങ്കിൽ ചികിത്സാ രംഗം ഒരുപാട് പുരോഗമിച്ചു. ആധുനിക ചികിത്സ, ഇപ്പം നിങ്ങൾക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, റോബോട്ടിക് സർജറിയുടെ കാലമാണ്. അന്നേരം ഡോക്ടറുടെ പൾസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാടി പിടിച്ചു നോക്കി രോഗം നിർണയിച്ചിരുന്ന കാലത്ത് നിന്നും മെഷീനുകൾ കാര്യങ്ങൾ നിർണയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് ഹോമിയോ മെഡിസിൻ എന്നുള്ള പാരമ്പര്യത്തിൽ ഊന്നി നിൽക്കുന്ന ചികിത്സാ സമ്പ്രദായത്തിന്റെ പ്രസക്തിയും അല്ലെങ്കിൽ അത് വെല്ലുവിളിയും എല്ലാം അവിടെ തന്നെയാണ്. കാരണം ഈ ആധുനിക സാങ്കേതിക സംവിധാനം ഈ ചികിത്സാ സമ്പ്രദായത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ കടന്നു വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായ വിവരമില്ല. ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും, അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷെ ആധുനിക സാങ്കേതിക വിദ്യ ചികിത്സാ മേഖലയിൽ നടത്തിയ പുരോഗതി വളരെ വലുതാണ്. എക്സ്റേ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് തന്നെ വലിയൊരു ചികിത്സാ രംഗത്തുണ്ടായ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. പിന്നീട് അതിൽ നിന്ന് നമ്മൾ എവിടെയൊക്കെ പോയി, അൾട്രാസൗണ്ട് സ്കാൻ ആണെങ്കിലും MRI സ്കാൻ ആണെങ്കിലും ഇപ്പൊ പെറ്റ് സ്കാൻ അടക്കമുള്ള ഒരുപാട് സാങ്കേതിക സംവിധാനങ്ങൾ, അത് പ്രത്യേകിച്ച് അലോപ്പതി ചികിത്സാ രംഗത്തെ സഹായിക്കുന്ന ഒരുപാട് പുതിയ കാര്യങ്ങൾ മുന്നോട്ട് ഈ രംഗത്ത് ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ആ നിലയിലുള്ള ഒരു പുതുക്കം ഹോമിയോ ചികിത്സാ മേഖലയിൽ അല്ലെങ്കിൽ ഹോമിയോ ചികിത്സാ ഗവേഷണ രംഗത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരം ഒരു പത്രപ്രവർത്തകനായ മാധ്യമപ്രവർത്തകനായ എനിക്ക് പോലും പരിമിതമാണെന്ന് ഞാൻ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ സാമാന്യ ജനത്തെ അത് ഏത് രീതിയിലായിരിക്കും ആ രീതിയിലുള്ള ബോധവൽക്കരണം നടന്നിട്ടുണ്ടാവുക? അവിടെയാണ് നിങ്ങളുടെ സംഘടനകൾ ഈ കാര്യം വളരെ ശക്തമായിട്ട് ഉന്നയിക്കുകയും അത് വളരെയധികം ഒരു വലിയ വിഭാഗം ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഹോമിയോപ്പതി എന്നുള്ള വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഇപ്പോൾ തന്നെ അത് വലിയൊരു വിഭാഗം ജനങ്ങൾ ഹോമിയോ മാത്രം, അതായത് പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് കരുതി കുട്ടികൾക്ക് ഹോമിയോ മാത്രം കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഹോമിയോ മെഡിസിൻ എന്നുള്ളത് വളരെ പാർശ്വഫലങ്ങളില്ലാത്ത ഒന്നാണെന്ന് നമുക്ക് സമൂഹത്തിൽ അത് വലിയൊരു ഇതുണ്ട്. പക്ഷെ ഇമ്മീഡിയറ്റ് റിലീഫ്, ഉടൻ അതിന് അസുഖം ഉണ്ടായാൽ പരിഹാര മാർഗം നിർദ്ദേശിക്കാൻ ഹോമിയോയ്ക്ക് കഴിയില്ല, അത് ആയുർവേദത്തിനും കഴിയില്ല എന്നൊക്കെയുള്ളൊരു വാദഗതികളുണ്ട്. അതിന്റെ ന്യായാന്യായങ്ങൾ എന്നേക്കാൾ അറിയാവുന്ന നിങ്ങൾക്കായിരിക്കും. ഇപ്പൊ ഇത് കേവലം ആരോഗ്യവകുപ്പ് അധികൃതരോ സർക്കാരോ നൽകുന്ന നിർദ്ദേശങ്ങളോ പത്രക്കുറിപ്പുകളോ കൊടുക്കുന്നതിനപ്പുറം താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കി വാർത്തകളും ഫീച്ചറുകളും ഹ്യൂമൻ ഇൻട്രസ്റ്റ് റിപ്പോർട്ടുകളും നൽകുന്നതിൽ മാധ്യമങ്ങൾ മത്സര ബുദ്ധിയോട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് രോഗം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ HMPV വൈറസ്, അതിന്റെ ഗുണവും ദോഷവും അല്ലെങ്കിൽ അതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ പേജിൽ പോലും അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വിദഗ്ധന്റെ ലേഖനമുണ്ടായിരുന്നു. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹോമിയോ രംഗം തള്ളപ്പെട്ടു പോകുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ ഹോമിയോ ഗുളിക വ്യാപകമായി നൽകി, അതിനെ എനിക്ക് തോന്നുന്നു സർക്കാരും അതിനെ ഒരു പരിധിവരെ പിന്തുണച്ചിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഇത്തരം വലിയ സാംക്രമിക രോഗങ്ങൾ അടക്കമുള്ളവ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ വൈറസുകളുടെ ഒരു കാലമാണിത്, ഏതെല്ലാം രീതിയിലുള്ള വൈറസുകളാണ് ലോകത്തെമ്പാടും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. പണ്ട് കേരളത്തിൽ ഇല്ലാതിരുന്ന എന്തെല്ലാം അസുഖങ്ങളാണ്. പനി തന്നെ, ഇപ്പൊ തന്നെ പലതരത്തിലുള്ള പനി, ഡെങ്കിപ്പനി ആണെങ്കിലും
എലിപ്പനി തൊട്ട് മനുഷ്യന്റെ ആയുസ് തന്നെ കവരുന്ന എത്രയോ പനികൾ ഈ നാട്ടിൽ വരുന്നു. അന്നേരം അതിൽ ഹോമിയോപ്പതിക്ക് ചികിത്സയുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ട ബാധ്യത ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തന്നെയാണ്. പക്ഷെ അവരെ സഹായിക്കേണ്ട ഒരു ബാധ്യത മാധ്യമങ്ങൾക്കുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കാര്യത്തിൽ മാധ്യമങ്ങൾ അവരുടെ ശരിയായ ധർമ്മം നിറവേറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ എളുപ്പമല്ല. കാരണം ഇത് ഒരു ഗ്ലാമർ എന്നുള്ള രീതിയിൽ അലോപ്പതി എപ്പോഴും മുന്നിൽ നിൽക്കുമ്പോൾ അത് ആയുർവേദം വേറൊരു ടൂറിസവുമായി കണക്ട് ചെയ്ത് വന്നു. ആയുർവേദ ടൂറിസം, ഇപ്പൊ ഈ വിദേശത്ത് നിന്ന് വരുന്ന വിനോദസഞ്ചാരികളൊക്കെ ആയുർവേദ റിസോർട്ടുകൾ, ആയുർവേദ ആശുപത്രികൾ മാറി ആയുർവേദ റിസോർട്ടുകളായി. അവിടെ പോയി മസാജ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആയുർവേദ ടൂറിസം, അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള വെൽനസ് സെന്റേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മാറ്റങ്ങൾ ഈ മേഖലയിൽ വരുന്നുണ്ട്. പക്ഷേ ഹോമിയോ ചികിത്സാ രംഗത്ത് ഇത് എത്രമാത്രം അത് വരുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കത്ര കൃത്യമായിട്ട് വിവരമില്ല. അത് ആ ഒരു പഴയ പാരമ്പര്യത്തിൽ ഊന്നി നിൽക്കുന്ന അവിടുന്ന് നിന്ന് പുതിയ കാലത്തിന്റെ പുരോഗതിയിലേക്കുള്ള ഹോമിയോ ശാസ്ത്ര ശാഖയുടെ, വൈദ്യശാസ്ത്ര ശാഖയുടെ വളർച്ച എത്രമാത്രം ഉണ്ട് എന്ന് ചോദിച്ചാലും എനിക്ക് ഉത്തരം പറയാൻ അറിയില്ല എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. പക്ഷെ അത്തരം കാര്യങ്ങൾ ബോധവൽക്കരിക്കുന്നതിന് നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് അത് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ 2018 പ്രളയകാലത്തും 2020 കോവിഡ് കാലത്തും മാധ്യമങ്ങൾ നൽകിയ സേവനത്തെ കേരള മുഖ്യമന്ത്രി മാത്രമല്ല രാജ്യം പ്രധാനമന്ത്രി അടക്കം അഭിനന്ദിച്ചിരുന്നു. കാരണം ജനങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ നിർദ്ദേശിക്കാൻ മാധ്യമങ്ങൾ കഴിഞ്ഞു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഗുണവും ദോഷവും അനുഭവിക്കുന്ന ഒരു കാലമാണ്. സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യമില്ലാത്ത കുപ്രചരണങ്ങൾ, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അസുഖത്തിനുള്ള ഒറ്റമൂലികൾ എന്നൊക്കെ പറഞ്ഞുള്ള പല രീതിയിലുള്ള കുപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഒറ്റ ഡോസിൽ അസുഖം മാറും, അങ്ങനെയുള്ള അപകടങ്ങൾ എടുത്തിയാടി ദീർഘകാലത്തേക്ക് രോഗബാധിതരായി മാറിയിട്ടുള്ള പലരുടെ അനുഭവങ്ങൾ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. പക്ഷെ അവിടെയൊക്കെ ഹോമിയോ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ ഹോമിയോയുടെ റോൾ എന്താണ് എന്ന് ഞാനിത് നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളെ ഇടിച്ചു താഴ്ത്താനോ ഒന്നുമല്ല. എനിക്കറിയാം ഇതൊരു മഹത്തായ വൈദ്യശാസ്ത്ര ശാഖയാണ്. ഇതിൽ പല പാർശ്വഫലങ്ങളും ഇല്ലാത്ത പല രോഗങ്ങൾക്കും ചികിത്സാ മാർഗങ്ങൾ ഇതിലുണ്ട്. പക്ഷെ അത് എത്രമാത്രം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ കുട്ടികൾക്കുള്ള പൾസ് പോളിയോ പ്രോഗ്രാം അടക്കമുള്ള കുത്തിവയ്പ്പുകളെ കുറിച്ച് സാമാന്യ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആരോഗ്യ പരിപാലനത്തിന്റെ മുന്നുപാധിയാണല്ലോ ശുചിത്വം. അപ്പൊ നമ്മുടെ ചുറ്റുപാടുകളെ മാലിന്യമുക്തമാക്കേണ്ട, ശുചിത്വം സംരക്ഷിക്കാനാവും. ഇതിനായി നാം എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വലിയ രീതി ഇപ്പൊ തന്നെ മാലിന്യമുക്ത കേരളം എന്ന് പറഞ്ഞ് കേരളം തന്നെ ഒരു വലിയ ക്യാമ്പയിൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് ശിക്ഷാ നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. മാലിന്യത്തിൽ നിന്ന് മോചനം നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന കൊതുകിൽ നിന്നെല്ലാം മോചനം നേടാൻ പറ്റും. ഇത്തരം ക്യാമ്പയിനുകളിലൊക്കെ ഹോമിയോ ശാസ്ത്രശാഖയ്ക്കും വലിയ പങ്ക് നിർവഹിക്കാനുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ കാർബൺ അടക്കമുള്ള ഹരിതഗൃഹ വാതക ബഹിർഗമനം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതൊരു ആഗോള പ്രശ്നമാണ്. കാർബൺ പുറത്തുവിടുന്നതിന്റെ അളവ് കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ലോകവ്യാപകമായി നടന്നു വരികയാണ്. വിവിധ കാലാവസ്ഥ ഉച്ചകോടികൾ ഇതിനുള്ള ആഹ്വാനങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ ഡൽഹിയിലെ പ്രശ്നം നാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡൽഹി ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ മോസ്റ്റ് പൊള്യൂട്ടഡ് സിറ്റി എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അവിടെയൊക്കെ നമ്മൾ ആശ്വാസത്തോടെ നോക്കുന്ന ഒരു നാട് കേരളം തന്നെയാണ്. കേരളത്തിൽ എവിടെ ചെന്നാലും പച്ചപ്പുണ്ട്, ശുദ്ധവായു ശ്വസിച്ച് നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നഗരപ്രാന്തങ്ങളിൽ പലയിടത്തും മാലിന്യം കൊണ്ട് വലിച്ചെറിഞ്ഞ് മാലിന്യത്തെ മൂക്കുപൊത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ട്. അന്നേരം അതിൽ എല്ലാം ഒരു മോചനം നേടുന്നതിനുള്ള പല മാർഗങ്ങളും മാധ്യമങ്ങൾ നിർവഹിക്കുന്നുണ്ട്. നേരത്തെ നാം പൊരുതി പരാജയപ്പെടുത്തിയ പല രോഗങ്ങളും വൈറസുകൾ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ക്ഷയരോഗമുക്തമായി എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം വീണ്ടും ക്ഷയരോഗം വരുന്നുണ്ട്. മന്തുരോഗം പോലും വരുന്നുണ്ട്. മന്തുമുക്തമായി എന്ന് പറഞ്ഞാലും വീണ്ടും വരുന്നു. ഇങ്ങനെ പല രോഗങ്ങളും നമ്മുടെ പഴയ രോഗങ്ങൾ തിരിച്ചു വരികയും അതോടൊപ്പം തന്നെ പുതിയ രോഗങ്ങളുടെ ഭീഷണി നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളുടെ ശൃംഖല എന്ന് പറഞ്ഞാൽ പഴയ പത്രങ്ങളിൽ നിന്ന് നിമിഷാർദ്ധങ്ങളിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ടെലിവിഷനുകളും സോഷ്യൽ മീഡിയയും ഓൺലൈൻ മീഡിയയും ഡിജിറ്റൽ മീഡിയ, അതായത് ഈ പേപ്പറുകളുടെയൊക്കെ കാലമാണ്. ഈ പേപ്പറുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരള കൗമുദിക്ക് തന്നെ 24 പേജുള്ള ഓഡിയോ ഉള്ള ഒരു ഈ പേപ്പർ എഡിഷൻ എല്ലാ ദിവസവും പുറത്തു വിടുന്നുണ്ട്. 24 പേജാണ്. അതിലെ 24 പേജിലെ വാർത്തകൾ നിങ്ങൾ നേരിട്ട് വായിക്കണമെങ്കിൽ വായിക്കാം.
കേട്ടാൽ മതി എങ്കിൽ കേൾക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ആധുനിക സംവിധാനങ്ങൾ വർദ്ധിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഡിജിറ്റൽ മീഡിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്നേരം നമ്മുടെ ആരോഗ്യ പരിപാലനത്തിൽ മാധ്യമങ്ങൾക്ക് സവിശേഷമായ പങ്ക് വഹിക്കാൻ കഴിയും എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പം ഈ രോഗം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മുക്തനാവാനായിരിക്കും ഏതൊരാളും ശ്രമിക്കുക. അങ്ങനെ വരുന്ന നമുക്കിപ്പോൾ ഒരു അപകടം ഉണ്ടായി, ഇപ്പൊ ഒരു റോഡ് ആക്സിഡന്റ്, ഇപ്പൊ കഴിഞ്ഞ ഒരു കാലത്ത് ഇപ്പൊ കേരളത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ റോഡിൽ എത്ര കഴിഞ്ഞ ഒരു മാസം തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഏറ്റവും പുതിയ വിദ്യാർത്ഥികൾ 6ഓളം പേര് റോഡ് അപകടത്തിൽ പൊരിഞ്ഞു പോയി. പാലക്കാട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ അപകടത്തിൽ മരിച്ചു. പത്തനംതിട്ടയെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഹണിമൂണിന് പോയി മടങ്ങി വന്ന ദമ്പതികൾ മരിച്ചു. ഇങ്ങനെ ഓരോ ദിവസവും ഇപ്പൊ ഇന്നലെ തന്നെ ഇടുക്കിയില് പിന്നെ തഞ്ചാവൂരില് ഒരു ടൂറ് പോയി, KSRTC ബസ് വാടകയ്ക്ക് എടുത്ത് ടൂറ് പോയി മടങ്ങി വന്ന ഒരു യാത്രാ സംഘം അപകടത്തിൽപ്പെട്ട് 4 പേർ മരിച്ചു. അപകട വാർത്തകളില്ലാത്ത ഒരു ദിവസവും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നില്ല. അന്നേരം അപകടം നടക്കുമ്പോൾ ഉടൻ തന്നെ ഓടിപ്പോകുന്നത് പിന്നെ അലോപ്പതി ആശുപത്രിയായിരിക്കും. അതിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന ചതവുകൾക്കും മറ്റും പിന്നീട് ശാശ്വതമായ പരിഹാരം തേടി പോകുന്ന ആയുർവേദ ആശുപത്രിയിലായിരിക്കും ഈ ഇടിച്ചു പിഴിയലും മറ്റ് ചികിത്സകളും ഒക്കെ. അന്നേരം അവിടെ ഹോമിയോ ചികിത്സ എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിനെ മറികടക്കാൻ ഹോമിയോയുടെ പ്രാധാന്യം വളരെയധികം, അതായത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല, ഇപ്പൊ കുട്ടികൾക്ക് പനി ഉൾപ്പെടെ അസുഖം വന്നാൽ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ നമുക്ക് ഈ സൈഡ് എഫക്റ്റുകൾ ഉള്ളതാണ് അലോപ്പതി മരുന്നിൽ നല്ലൊരു പങ്ക്. അന്നേരം അതൊന്നും ഇല്ലാത്ത ഒരു മരുന്നെന്നുള്ളതാണ് ഹോമിയോയുടെ പ്രസക്തി. അന്നേരം അത് പ്രയോജനപ്പെടുത്താനും അത് വളരെ നല്ല രീതിയിൽ ജനങ്ങളിൽ എത്തിക്കാനും ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണ്. ആ മേഖലയിൽ കൂടി എനിക്കറിയാം നിങ്ങൾക്ക് പരിമിതികളുണ്ടായിരിക്കും. മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ അവരുടെ നയത്തിനും എല്ലാം അനുസരിച്ചായിരിക്കുമല്ലോ, അവരുടെ സ്ഥലപരിമിതികൾ ഇതെല്ലാം ഉണ്ട്. പക്ഷെ അല്ലാതെ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങൾക്ക് തന്നെ ഔദ്യോഗികമായിട്ട് ഈ വെബിനാറുകൾ സംഘടിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളിലേക്ക് എത്താനായിട്ടുള്ള നൂതന മാർഗങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ സജീവമാണ്. ഒരു നിമിഷം കൊണ്ട് തന്നെ എല്ലാ വാർത്തകളും എത്രയോ ആൾക്കാരിൽ എത്തിക്കുന്ന ഒരു കാലമാണ്. പണ്ട് പത്രം മാത്രം ഉണ്ടായിരുന്ന കാലത്ത്, ഇന്നിപ്പോ പത്രം ഇറങ്ങിയതിനു ശേഷമായിരുന്നു വാർത്തകൾ അറിഞ്ഞിരുന്നത്. ഇന്ന് ആ അവസ്ഥ മാറി. ഇന്ന് ആ നിമിഷം ആ വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി ടെലിവിഷനുകളിൽ വരുന്നു. അതിനേക്കാൾ മുമ്പേ സോഷ്യൽ മീഡിയയിൽ വരുന്നു. പണ്ടൊക്കെ വാർത്തകൾ മറച്ചു വെക്കണമെങ്കിലും പത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ആ വാർത്തകൾ ഒതുക്കുക എന്ന് പറയുകയാണ്. ഇന്ന് ഒരു വാർത്തയും ആർക്കും ഒതുക്കാൻ പറ്റില്ല. കാരണം ആരൊതുക്കിയാലും അത് സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും പുറത്തു വരും. അന്നേരം അങ്ങനെ അത്യാധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മീഡിയയ്ക്ക് വലിയ റോളുണ്ട് ആരോഗ്യ മേഖലയെ മുന്നോട്ട് നയിക്കുന്നതിൽ. അതിൽ ഹോമിയോപ്പതിയുടെ അവകാശം, നിങ്ങളുടെ സ്ഥാനം അത് കണ്ടെത്തുകയും തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്നാണ് ഈ ഒരു വേളയിൽ എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വെബിനാറിലേക്ക് ക്ഷണിച്ചതിലുള്ള നന്ദി ഞാൻ ആത്മാർത്ഥമായി അറിയിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ മറുപടി പറയാം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. വളരെ നന്ദി സാർ. വളരെ വളരെ ഭംഗിയായിട്ട് ഒരു പത്രപ്രവർത്തകന്റെ ഒരു വിശകലന ശക്തി, അല്ല ആ ഒരു കഴിവ് നമുക്ക് വളരെ ബോധ്യപ്പെട്ടു. അങ്ങ് ഒരു ലേഖനം എഴുതിയ കാര്യം പറയുകയുണ്ടായി. അതായത് വഴിമാറുന്ന വൈദ്യപഠനം അത് ഇന്നും തുടരുന്നു എന്നുള്ള സത്യമുണ്ട്. കാരണം വൈദ്യപഠനത്തെ നിയന്ത്രിക്കുന്നത് മരുന്നുകൾ ഉണ്ടാകുന്ന കമ്പനികളാണെന്നുള്ളതാണ് സത്യം. MBBS സിലബസ് ഉൾപ്പെടെ. അല്ലെങ്കിൽ ആ അവസാനം പറയുകയുണ്ടായല്ലോ ഈ എമർജൻസി മാനേജ്മെന്റ്. ഇപ്പൊ അടുത്ത മാസം പാലക്കാട് സെമിനാർ നടക്കുന്നുണ്ട്. ഇത് ഹൗ ഇന്റഗ്രേറ്റ് ഹോമിയോപ്പതി ഇൻ എമർജൻസി മാനേജ്മെന്റ് നടക്കുന്നുണ്ട്. ഇത് കൂടാതെ റഷ്യയിൽ ആംബുലൻസ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ വിഭാഗം തന്നെ ഉണ്ട്. അവിടെ പലരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേറെ രംഗം പറയുകയുണ്ടായി ഈ കാർബൺ എമിഷൻ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം, അതുപോലെ പരിസ്ഥിതി മലിനീകരണം, ഇതെല്ലാം തന്നെ ഈ ഡ്രഗ് ഇൻഡസ്ട്രിയും ആശുപത്രികളും ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ അടുത്തിടെ വായിച്ചു തിരുനെൽവേലിയിലും ആശുപത്രി മാലിന്യം കൊണ്ട് തള്ളിയ കാര്യം. യഥാർത്ഥത്തിൽ ഹോമിയോപ്പതി കൂടുതൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെയാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കുറയ്ക്കാൻ കഴിയും. അത് മാത്രമല്ല, അഗ്രികൾച്ചർ ആൻഡ് വെറ്റിനറി മേഖലയിൽ ഹോമിയോപ്പതി വളരെയധികം കടന്നു കയറിയിട്ടുണ്ട്. നമ്മുടെ വെറ്റിനറി സർവകലാശാല മണ്ണുത്തിയിൽ അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വെറ്റിനറി ഹോമിയോപ്പതി ഉണ്ട്. അപ്പൊ അവിടെ ഹോമിയോപ്പതി എത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങ് പറയുകയുണ്ടായി പ്രചരിപ്പിക്കുന്നതിൽ ഡോക്ടർമാരുടെ പങ്ക് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ മാധ്യമങ്ങൾ പങ്ക് വഹിച്ചിട്ടുണ്ടോന്ന് വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും അങ്ങനെ ചോദ്യം ചോദിച്ചതിന് അങ്ങനെ അഭിനന്ദിക്കുകയാണ്. സലിംകുമാർ ഡോക്ടറിലേക്ക് പോകാം. സലിംകുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ?
രാജേഷ് സാറ്, താങ്കളെ വെളിച്ചപ്പാട് എല്ലാവരും അറിയുമെന്ന് പറഞ്ഞാൽ താങ്കളെ എനിക്ക് ഒരുപാട് ഈ VS രാജേഷ് എന്ന് എഴുത്ത് കണ്ട് പരിചയമുണ്ട്. പിന്നെ അവിടെയൊക്കെ ഫോട്ടോയും കണ്ടിട്ടുണ്ട്. ഇതിലേക്ക് ഉപരി താങ്കളൊരു കേരള കൗമുദി കുടുംബക്കാരനാണെന്നുള്ളതിന്റെ പേരിൽ ഒരു പ്രത്യേക ബഹുമാനമുണ്ട്. കാരണം ഈ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു അവകാശവാദം ഉന്നയിക്കാവുന്ന ഒരു പത്രമാണ് കേരള കൗമുദി. 2 പ്രസിഡന്റുമാരെ നിർദ്ദേശിക്കാൻ കഴിഞ്ഞ ഒരു പത്രം എന്നുള്ള ഖ്യാതി വേറൊരു പത്രങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. ലോകത്ത് തന്നെ എവിടെയും ഒരു മൂലക്കുള്ള ഒരു പത്രം 2 പേരെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. മാത്രമല്ല, ഇനി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്, ഈ താങ്കളോട് എനിക്ക് പ്രത്യേകിച്ച് കേരളപതിയോട് എനിക്ക് കടപ്പാടുള്ളതെന്ന് വെച്ചാൽ, ചിക്കൻ ഗുനിയ പടർന്നു വന്ന കാലത്തും ഈ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ മാധ്യമങ്ങൾ ഹോമിയോപ്പതി ആയുർവേദത്തിലൊക്കെ മാറ്റിയിരുന്നു, മനഃപൂർവ്വം തന്നെ. അങ്ങനെ ഒരു ഘട്ടമാണ് ചിക്കൻ ഗുനിയുടെ സമയത്ത് ഹോമിയോപ്പതിക്ക് പലതും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സകല പത്രങ്ങൾക്കും കത്തെഴുതി ഹോമിയോപ്പതി, അതേസമയത്ത് കേരളമതി മാത്രമാണ് അന്ന് ചിക്കൻ ഗുനിയക്ക് ഹോമിയോപ്പതി ചികിത്സ ഉണ്ടെന്നുള്ള എൻ്റെ കത്ത് പ്രസിദ്ധീകരിച്ചത്. പിന്നീടും എനിക്ക് ആ ഭാഗ്യമുണ്ടായി. കോവിഡിന്റെ സമയത്ത് ഹോമിയോപ്പതിക്ക് ഒരു ചാൻസ് തരുമെന്നും പറഞ്ഞിട്ട് ഞാൻ എഴുതിയ കത്ത് കേരളകൗമുദി മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. അത് മാതൃഭൂമിക്കും എനിക്ക് പരിചയക്കാരൊക്കെ കൂടുതലും മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെയാണ്. കേരളകൗമുദി എനിക്ക് നേരിട്ട് പരിചയക്കാരൊന്നുമില്ല. പക്ഷെ ഞാൻ ആരും ഇത് ഉപയോഗിക്കാറില്ല. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, അത് കേരളകൗമുദി അത് പ്രസിദ്ധീകരിച്ചപ്പോൾ അത് വളരെയധികം മാറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റി. പലരും പിന്നീട് ഇങ്ങനെ സംഭവങ്ങൾ അറിയുകയും എന്നെ വിളിച്ചു ചോദിക്കുകയും ചെയ്തിരുന്നു. പിന്നെ സാറേ, ഇതിനകത്തൊരു കാര്യങ്ങൾ പറയാനുള്ളത്, സാറ് അറിയേണ്ട ഒരു വിഷയമുണ്ട്. ഈ അലോപ്പതി എന്നുള്ള സിസ്റ്റമാണ് നമുക്ക് എമർജൻസി വന്നാൽ. ഇതിപ്പോ സംസാരിക്കുന്ന ഞാൻ വണ്ടി ഇടിച്ച് റോട്ടിൽ കിടന്നാലും എനിക്ക് ആശ്രയിക്കേണ്ട അലോപ്പതിയാണ്. പക്ഷെ ഇവിടെ ഈ 3 സിസ്റ്റങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്തുള്ള അവസ്ഥ ഉണ്ടായാൽ അത് മനുഷ്യരാശിക്ക് വളരെയധികം പ്രയോജനപ്പെടും. താങ്കളെ പോലെയുള്ള ലേഖകന്മാർ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരാൾ ഒരു ഹെഡ് ഇഞ്ചുറി ആയിട്ട്, ഒരു ആക്സിഡന്റിൽ ഹെഡ് ഇഞ്ചുറി ആയിട്ട് ബോധമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടന്നാൽ ഇന്ന് അലോപ്പതിക്ക് എന്തെങ്കിലും ചെയ്യാനാവൂ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അവർക്കാണ് അയാളുടെ ശ്വാസം നിയന്ത്രിക്കാനും ഹാർട്ടിന്റെ റേറ്റ് നോക്കാനും ഒക്കെ സംവിധാനമുള്ളൂ. പക്ഷേ അവർക്ക് എറിയാൻ അറിയാം, പക്ഷെ അവരുടെ കയ്യിൽ വടിയില്ല. ഞങ്ങളുടെ കയ്യിൽ വടിയുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എറിയാൻ അറിഞ്ഞുകൂടാ. ആ സമയത്ത് ഞങ്ങളുടെ മരുന്ന് ഒരു തുള്ളിയെങ്കിലും അവന്റെ വായിലേക്ക്, ആ പേഷ്യന്റെ വായിലേക്ക് ഒഴിക്കാൻ സാധിച്ചാൽ ആ പേഷ്യന്റ് രക്ഷപ്പെടാനുള്ള സാധ്യത 100, 10, 20 ഇരട്ടിയാണ്. അത് താങ്കളെ പോലെ ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതേപോലെ ഒരു വല്ലാതെ പൊള്ളി വന്ന ഒരാൾ ഇന്ന് 40% കൂടുതൽ പൊള്ളലേറ്റാൽ മരിച്ചു പോകുമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം എഴുതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊള്ളി വന്ന ആൾ ഇതയാൾ മരിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവർ ഉപേക്ഷിച്ച് അവരെ എന്താണെന്ന് വെച്ച് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അവിടെയൊക്കെ ഞങ്ങളുടെ മെഡിസിനും കൂടി ആ പേഷ്യന്റിന് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിനെ എതിർക്കുന്ന നാളെ ഈ അലോപ്പതി ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ IMA ഒക്കെ നേതാക്കുമ്പോൾ അവരുടെ വീട്ടുകാർക്ക് അപകടം വന്നാലും ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ, അപ്പൊ ഈ ഒരു ബോൺ റീയൂണിയൻ, ഇതൊക്കെ ഹോമിയോപ്പതി മരുന്നും കൂടി അവരൊപ്പം കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അതുപോലെ ആശുപത്രിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരു പേഷ്യന്റിനെ ഒതുക്കാൻ, അവനെ പലപ്പോഴും അവരുടെ സെഡേറ്റീവായ മരുന്നുകൾ കൊടുക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ട്. അവിടെ ഹോമിയോ മരുന്നുകൾ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ രോഗിയെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഇവരുടെ അലോപ്പതിയുടെ തന്നെ സർജറി സക്സസ് ആവാൻ ഹോമിയോപ്പതിക്ക് മരുന്ന് കൂടി അതിനകത്ത് ചേർത്താൽ പറ്റും. ഒട്ടനവധി റീയൂണിയൻ സർജിക്കൽ സ്യൂച്ചേഴ്സ് ഒക്കെ പെട്ടെന്ന് കൂടാൻ ഹോമിയോപ്പതിക്ക് സാധിക്കും. അപ്പൊ ഈ സിസ്റ്റംസ് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടാൽ സമൂഹത്തിനാണ് അതിന്റെ ഗുണം. അത് ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറഞ്ഞാൽ താങ്കളെ പോലെയുള്ള ആളുകൾ അറിയേണ്ട പത്രപ്രവർത്തകരൊന്നും ഈ അറിയുന്നില്ല. അവരറിയാതെ പോകുന്ന അവരോ കുഴപ്പമില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ താങ്കൾ അറിഞ്ഞിരിക്കണം. ഇനി വെറ്റിനറിയിലും ഹോമിയോ സംവിധാനത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് അലോപ്പതിക്കാരാണ്. അതെ, പക്ഷെ ഈ അനുഭവം അവർക്കും അറിയില്ലാത്തതുകൊണ്ട് കൂടിയാണ്. നമ്മൾ എല്ലാത്തിനും അവരെ കുറ്റപ്പെടുത്തലായിരുന്നില്ല. ഈ വെറ്റിനറിയിലും ഹോമിയോപ്പതി, അഗ്രികൾച്ചറിൽ ഹോമിയോപ്പതി വന്നാലുള്ള ഗുണം സമൂഹത്തിന് ലോകത്തിന് ഒത്താകെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ ഹോമിയോ മരുന്ന് കൊടുക്കാൻ തുടങ്ങി കീടനാശിനി ഒഴിവാകും. കീടനാശിനി ഇല്ലാത്ത നെല്ല് നമുക്ക് കഴിക്കാൻ പറ്റും. കീടനാശിനി ഇല്ലാത്ത പാല് നമുക്ക് കുടിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ കേരളത്തിൽ ഏതാണ്ട് 40%-ലേറെ ഹോമിയോപ്പതി കൈയടക്കി കഴിഞ്ഞു എന്നാ തോന്നണേ, ഹോമിയോപ്പതി കോഴ്സ് വന്നതിന് ശേഷം വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ അതിന്റെ വ്യത്യാസം ഇപ്പൊ തന്നെ ഉണ്ട്. അതിന് അഗ്രോ ഹോമിയോപ്പതിയും കൂടി ഡെവലപ്പ് ചെയ്താൽ സമൂഹത്തിന് ഒന്നായ ഗുണം ചെയ്യും. കീടനാശിനികളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുക പറഞ്ഞാൽ, അപ്പോൾ ഇനി ഹോമിയോപ്പതിയുടെ വളർച്ച ആ വഴി കൂടി ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ രാജേഷ് സാറിനെ പോലുള്ള ആൾക്കാർ അത് അറിയണം. പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഉണ്ടാവും. കേരളമതിയിലെ പരിചയപ്പെടുത്തുന്ന ലേഖനങ്ങളൊക്കെ എഴുതുക. അത് ആൾക്കാരിലേക്ക് എത്തും കൂടുതൽ. ഓക്കെ കേരള കൗമുദിയുടെ പിന്തുണ എന്നും ഉണ്ടാവും ഇക്കാര്യത്തിൽ.
അതെ അതെ അതറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും താങ്കളെ പോലെ ആളെ ഇതിൽ കണ്ടൊരു സന്തോഷം. കേരളം ഒരു കുടുംബക്കാരനായതുകൊണ്ട് ഒരു കുടുംബ സുഹൃത്തിനെ, കുടുംബ ബന്ധുവിനെ കാണുന്ന ഒരു സന്തോഷവും കൂടി ഉണ്ട്. ഓക്കെ സാർ. ഓക്കെ സലിമാൻ അങ്ങനെ ഡോക്ടറെ. എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഓക്കെ സാർ. ഓക്കെ. സാറ് മെഡിക്കൽ ടൂറിസത്തെ കുറിച്ച് പറയണം. നമ്മൾ IFPHൽ 2 ദിവസം ചർച്ച വെച്ചിരുന്നു. അതായത് മെഡിക്കൽ ടൂറിസം, ഹോമിയോപ്പതിയുടെ സാധ്യതകൾ. നമ്മൾ അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ വലിയ ആ. സൗഖ്യ ഇന്റർനാഷണൽ, അത് ഹോമിയോപ്പതി ഡോക്ടർ തന്നെയാണ്. കേരളത്തിലൊക്കെ തുടങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പ്രോത്സാഹനമാണ്. ഷാജി കുടിയ ഡോക്ടറെ സംസാരിക്കാമോ? നമസ്കാരം രാജേഷ് സാറേ. സാറ് ഞാൻ IFPHന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ആ. സാറ് നമ്മുടെ ഫോറത്തിൽ വരികയും ഇങ്ങനെ ഒരു ആശയ സംവാദത്തിന് തയ്യാറാവുകയും ചെയ്തതിൽ ആദ്യമേ തന്നെ സാറിന് ഹൃദയപൂർവ്വമായി നന്ദി പറയുകയാണ്. കാരണം മീഡിയ ചെയ്യുന്നതിന്, ഹോമിയോപ്പതി പോലെയുള്ള ചികിത്സാ ശാസ്ത്രത്തെ ജനങ്ങളുടെ നടുവിലോട്ട് എത്തിക്കുന്നതിന് മീഡിയയാണ് മെയിനായിട്ടുള്ള സംഭാവന, ഒരു കണ്ണിയായിട്ട് വർത്തിക്കേണ്ടത്. കോവിഡ് വന്നപ്പോൾ ഉൾപ്പെടെ നമുക്ക് നോക്കിയറിയാം ആ ഒരു കണ്ണിയുടെ പ്രവർത്തനം. ഹോമിയോപ്പതിയുടെ എത്രയോ ദിവസങ്ങൾ ചർച്ച നടന്നതിൽ 1-2 ദിവസം മാത്രമാണ് ഹോമിയോപ്പതിയെ ഉൾപ്പെടുത്തിയുള്ള ചർച്ച വന്നിരിക്കുന്നത് തന്നെ. അവിടെ തന്നെ ഹോമിയോ ഡോക്ടർമാർക്ക് പലപ്പോഴും സംസാരിക്കാനുള്ള അവസരം നാമമാത്രമായിട്ട് നൽകിയിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും ഞാൻ സാറിനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല കേട്ടോ, മീഡിയ മൊത്തത്തിൽ പറയുന്നതാണ്. അത് സാറിന് മനസ്സിലാകുമെന്ന് ഞാൻ ധരിക്കുന്നത്. കാരണം ചില കാര്യങ്ങൾ മീഡിയ ഉൾപ്പെടെയുള്ളവര് ചില ധാരണയിൽ എത്തി നിൽക്കുവാണ്, ഹോമിയോപ്പതിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു ധാരണയിൽ നിന്നാണ് അങ്ങനെ ഒരു പൊതുവികാരം രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നില് സങ്കുചിതമായ ചില സാമ്പത്തിക നേട്ടങ്ങളും അങ്ങനെ തുടങ്ങിയുള്ള പല കാര്യങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട്. അതൊന്നും മീഡിയയിൽ കൂടെ ഒരിക്കലും വെളിവരുന്നില്ല. അപ്പോൾ ഈ കോവിഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ശക്തികളുടെ ശക്തമായ സ്വാധീനവും നിയന്ത്രണവും ലോകത്ത്, അത് യുണൈറ്റഡ് നേഷൻസ് മുതൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുതൽ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇതെല്ലാം സ്വതവേ ഇങ്ങനെ മുട്ടിമുളച്ചങ്ങ് പോകുന്നതല്ല. ചില ശക്തികൾ അവരുടെ കാര്യങ്ങൾ ലോകത്ത് നടപ്പാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന നിർമ്മിതികൾ കൂടിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നത്. അപ്പൊ അത് വലിയൊരു അറിവാണ്. നമ്മളത് മീഡിയ ആ ഒരു അറിവും കൂടെ ഉൾക്കൊണ്ട് വേണം സാറിനെ പോലെയുള്ള എഡിറ്റോറിയൽ ബോർഡിലുള്ളവര് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ, ഈ ഓരോ സിസ്റ്റത്തിനും ആനുപാതികമായിട്ടുള്ള സമയം കൊടുക്കുമ്പോഴൊക്കെ ആ ഒരു അറിവോടെ വേണം കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് അലോപ്പതി എന്ന് പറഞ്ഞ ചികിത്സാ ശാസ്ത്രം ഒരിക്കലും ലോകത്ത് വേണ്ടെന്ന് നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല, ആവശ്യപ്പെടുന്നുമില്ല. എല്ലാ സിസ്റ്റവും അനുവദിക്കണം, പൊതുജനത്തിന് ഇഷ്ട ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പൊ നമ്മുടെ നാട്ടില് പബ്ലിക് ഹെൽത്ത് ബില്ലെന്ന് പറഞ്ഞൊരു ബില്ല് പാസ്സാക്കി വെച്ചിരിക്കുകയാണ്. 18 സെക്കൻഡ് കൊണ്ട് ചർച്ച പോലും ഇല്ലാതെ അതിപ്രധാനപ്പെട്ട ഒരു ബില്ല്, ഒത്തിരി വിദൂരമായ മനുഷ്യന് നഷ്ടങ്ങളും മനുഷ്യന് അപകടങ്ങളും വരുത്തുന്ന വലിയൊരു നിയമം പാസ്സാക്കിയിട്ട് ചർച്ച പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സാറിന് അറിയാമോ എന്നറിഞ്ഞൂടെ. നമ്മൾക്ക് ഗവർണറെ പോയി കണ്ട് കുറച്ച് നാൾ മാറ്റി വെച്ചിരുന്നു. പിന്നെയും പല ശക്തികളുടെ ഇടപെടൽ കൊണ്ട് ഗവർണർ ഒപ്പിട്ട ഏക ബില്ല് ആ ബില്ലാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം ശക്തിയാണ് ഗവർണർ ഒരിക്കൽ മാറ്റിവെച്ച ബില്ല്. ആ ബില്ല് മാത്രം ഒപ്പിടിച്ചാണ് ഗവർണർ ബാക്കി ബില്ലെല്ലാം പ്രസിഡന്റിന് വിട്ടത്. അപ്പൊ എന്തുമാത്രം ശക്തി ഉള്ളവരാണ് ഈ ഇതുപോലെയുള്ള മനുഷ്യനെ ഖനിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരുന്ന ശക്തികൾ എന്നുള്ളത്. അപ്പോ ഈ സത്യസന്ധമായി മനുഷ്യസേവനം നടത്തുന്ന ജേർണലിസം നടത്തേണ്ട മീഡിയകള് സാമ്പത്തിക ലാഭത്തിനും സാമ്പത്തിക നേട്ടത്തിൻ്റെയും പിന്നാലെ പോയി മനുഷ്യ സ്നേഹം ബലി കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ കേരള കൗമുദി ഹോമിയോപ്പതിക്ക് നൽകുന്ന സപ്പോർട്ടിനെ എത്ര അഭിനന്ദിച്ചാലും മനസ്സിലാകുന്നില്ല. നമുക്ക് കിട്ടുന്ന സപ്പോർട്ടുകളിൽ ഒന്ന് കേരള കൗമുദിയാണെന്ന് വളരെ നന്ദിപൂർവ്വം സാറിനോട് അറിയിക്കാൻ ഈ വേദി ഉപയോഗിക്കുക കൂടി ചെയ്യാണ് ഞാൻ. പിന്നെ താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ സാറ് വന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. പക്ഷേ നമുക്ക് ഇതിനേക്കാളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സമൂഹത്തോട് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിനൊക്കെ നമുക്ക് അവസരങ്ങൾ കിട്ടേണ്ടതുണ്ട്. സാറിൻ്റെ ഈ പത്രപ്രവർത്തന ജീവിതം നമുക്കതിന് ഉപകാരപ്പെടുമാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ ഒരു അപകടം വന്നു, പ്രധാനപ്പെട്ട വ്യക്തിക്ക് ഒരു ആപത്ത് വന്നു, അപകടം വന്നു, രോഗം വന്നു, ഉടനെ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നുണ്ട്. ഇത് അലോപ്പതിക്കാർ മാത്രമേ ഉൾപ്പെട്ട മെഡിക്കൽ ബോർഡ് ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു പത്രമോ മീഡിയയോ മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എവിടെയെങ്കിലും ഒന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പോ ഉദാഹരണത്തിന് ഒരു MLAക്ക് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞ ദിവസം, അവിടെ ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കി. അലോപ്പതിക്കാർ മാത്രം ഉൾപ്പെട്ട മെഡിക്കൽ ബോർഡാണ്. അവിടെ ആ ബ്ലഡ് ക്ലോട്ട് ഡിസോൾവ് ചെയ്യാൻ ഉൾപ്പെടെ ഹോമിയോ മരുന്നിന് നിസ്സാരമായിട്ട് പറ്റുമെന്നിരിക്കെ ഒരു ഹോമിയോ ഡോക്ടർമാർക്ക് അവിടെ അവസരം നിഷേധിച്ചു എന്ന് മാത്രമല്ല, അഭിപ്രായം പറയാൻ അവസരം പോലും കിട്ടുന്നില്ല. അപ്പൊ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമ്പോൾ ഇതുമാതിരിയുള്ള എല്ലാ സിസ്റ്റത്തിൻ്റെയും വിദഗ്ധരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, അത് അവർക്ക് തന്നെ ഗുണം കിട്ടുന്നതാണ്. അവർക്ക് മറ്റുള്ള സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം തരണ്ടേ? അതുപോലും തരാതെയാണ്. ഇന്റഗ്രേറ്റഡ് ബോർഡ് അത് നിലവിൽ വന്നാൽ മാത്രമേ അത് ഫലപ്രദമാവുകയുള്ളൂ. ഒരു ഇന്റഗ്രേറ്റഡ് സംവിധാനം വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളും ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ, ഇപ്പൊ സാറ് വന്നതുകൊണ്ട് സാറിന്റെ അടുത്ത് എനിക്കിത് പറയാൻ പറ്റി. നമുക്ക് കഴിഞ്ഞ കോവിഡിന്റെ കാലത്ത് എത്രയോ ദിവസങ്ങൾ ചർച്ചകൾ അലോപ്പതിക്കാർ തന്നെയാണ് നടത്തണേ. ഹോമിയോ ഡോക്ടർമാർക്ക് എവിടെയെങ്കിലും അവസരം? 2 ദിവസം എൻ്റെ അറിവിൽ നടന്നിട്ടുള്ളൂ ചർച്ച. 2 ദിവസം. അവിടെയും പരിമിതമായ അവസരങ്ങൾ മാത്രം. അപ്പൊ ഇതുമാതിരിയാണ് ചർച്ച നടക്കുന്നത്. നമുക്ക് പറയാൻ അവസരം കിട്ടണ്ടേ? നമ്മൾ എത്രയോ പത്രസമ്മേളനങ്ങൾ നടത്തി. ഒരു വാലിലും കോർണറിലും ഇന്ന ആള് നടത്തിയിട്ട് പോയിന്ന് എങ്ങാനും എഴുതിയായി അതിൻ്റെ അകത്ത് നമുക്ക് അല്പമെങ്കിലും സപ്പോർട്ട് വന്നേക്കണം കേരള കൗമുദിയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ പബ്ലിക് ഹെൽത്ത് ബില്ല്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അലോപ്പതി മാത്രം മതി എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ TB ക്ഷയരോഗ നിവാരണത്തിന് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ചികിത്സ അലോപ്പതി, മറ്റ് ഡോക്ടർമാരൊക്കെ അലോപ്പതിയിലോട്ട് വിട്ടോളണം. പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് അവർക്ക് വല്ലതും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷെ ഫൈനൽ തീരുമാനം അലോപ്പതിക്കാർ തീരുമാനിക്കും. വലിയ ആനുകൂല്യമാണ്. ഈ ഇമ്മ്യൂണിറ്റി കൂട്ടിയാലാണ് ഈ രോഗം ഉണ്ടാക്കുന്ന ഈ രോഗാണുക്കൾ ശരീരത്തിൽ വർദ്ധിക്കാതെയും അതിനെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും സാധിക്കുകയുള്ളൂ. ഈ ആന്റിബയോട്ടിക് ഉപയോഗിച്ചതിനെ കൊല്ലാൻ ചെല്ലുമ്പോൾ ഇന്നെല്ലാം ഈ ആന്റിബയോട്ടിക്കുകൾ കഴിച്ചത് റെസിസ്റ്റന്റ് ആയിട്ട് മാറിയിരിക്കുന്ന അവസ്ഥയാണ് അലോപ്പതി ചികിത്സയുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് ആധുനിക ലോകത്തുള്ളത്. അങ്ങനെയുള്ള രോഗങ്ങൾ വരെ അവരുടെ ചികിത്സ കൊണ്ട് മാത്രം മതിയെന്നാണ് പബ്ലിക് ഹെൽത്ത് ബില്ലിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒത്തിരി കോൺട്രഡിക്ഷൻസ് ഉണ്ട്. മറ്റു പലർക്കും സംസാരിക്കാനുള്ളത് കൊണ്ടും സമയം കുറവുള്ളത് കൊണ്ടും ഞാൻ നിർത്തുവാണ്. അപ്പോൾ ഹോമിയോപ്പതിക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട്. മീഡിയയുടെ ഭാഗത്തുനിന്ന് അത് അർഹപ്പെട്ട ആ സമയവും സൗകര്യങ്ങളും നമുക്ക് ലഭിക്കാൻ കേരള കൗമുദിയും അതുപോലെയുള്ള മറ്റ് മീഡിയയിൽ നിന്ന് സാറിന് സാധിക്കുന്ന എല്ലാം അനുവദിച്ചു തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വരാൻ സന്മനസ് കാണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ഓക്കെ ഡോക്ടറെ, ഇപ്പം കഴിഞ്ഞ 29-ാം തീയതി കേരളമതി പത്രത്തിൽ സപ്ലിമെന്റ് വലിയ വാർത്ത ഉണ്ടായിരുന്നു. പഴകിയ രോഗങ്ങളെ വിട എന്ന് പറഞ്ഞ ഡോക്ടർ ഷാൻസി ഹോമിയോപ്പതി ഡോക്ടറാണ്. നല്ല സുന്ദരമായിട്ട് സപ്ലിമെന്റ് കൊടുത്തിരുന്നു. അപ്പൊ ഹോമിയോപ്പതി തീർച്ചയായിട്ടും കേരളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സുനിൽ ഡോക്ടറെ വെബിനാറിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചത് തന്നെ ഞങ്ങളുടെ സർക്കുലേഷൻ വിഭാഗത്തിലെ മാനേജറായ കലയാണ്. തീർച്ചയായിട്ടും മാഡത്തിനോട് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. ഡോക്ടർ സുനിൽ സംസാരിക്കുന്നത്. രാജേഷ് സാറെ, എല്ലാം വളരെ നല്ല സ്പീച്ചായിരുന്നു. വളരെ നല്ല രീതിയിൽ എല്ലാ ഭാഗങ്ങളും സ്പർശിക്കുന്ന സ്പീച്ചായിരുന്നു. സാറിവിടെ പറയാൻ 12 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സാറിനെ ശ്രദ്ധയപ്പെടുത്തുന്നത്. ഹോമിയോപ്പതി ചികിത്സാ രംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു. നമുക്ക് വണ്ടൂർ ഒരു ക്യാൻസർ ഹോമിയോ സെന്റർ ഉണ്ട് വണ്ടൂർ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് എല്ലാ ജില്ലാ ഹോസ്പിറ്റലിലും വന്ധ്യതാ ചികിത്സയ്ക്ക് ഇന്ന് വളരെയധികം സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ പഠന വൈകല്യമുണ്ട്. സാർ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് സാധ്യതകളാണ് ഇന്നിപ്പോ എല്ലാ മേഖലയിലും സ്പെഷ്യാലിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് റൊമാറ്റോളജിയിലും പൾമണർ കുട്ടികളുള്ള സൈക്കാട്രി പൾമണോളജിയിലൊക്കെ തന്നെ സ്പെഷ്യാലിറ്റി കോഴ്സുകൾ വരാൻ പോവാണ്. സെൻട്രൽ ഗവൺമെന്റ് തീരുമാനമായി. അപ്പൊ സാർ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. നമ്മുടെ പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ സാറിന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് വികസിച്ചു. ഹോമിയോപ്പതി ചികിത്സാ ശാസ്ത്രത്തിൽ ഒരുപാട് വികസിച്ചു സാർ. സാറിന് എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും കൂടുതലും സാറിന് പ്രതീക്ഷിക്കുകയാണ് സാർ.
താങ്ക് യു. താങ്ക് യു. അതെ, ഇപ്പോ ഈ സംസാരിച്ച സുനില ഡോക്ടർ ഭാര്യ ഡോക്ടർ ശ്രീവിദ്യയാണ് ഇൻഫെർട്ടിലിറ്റി ഹോമിയോപ്പതി പ്രത്യേകിച്ച് ഒരു മാനം കൊടുക്കുകയും കണ്ണൂർ സ്പെഷ്യൽ ആശുപത്രി അനുവദിക്കുകയും അതിന്റെ പണി ഏതാണ്ട് പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറിച്ചിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മെന്റൽ ഡിസീസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഒന്നാന്തര സ്ഥാപനമാണ്. ഇപ്പൊ ഡെവലപ്പ് തീർച്ചയായിട്ടും വളർച്ചയിൽ തന്നെയാണ്. ഇപ്പൊ ജോസ് ഐസക് സാറുണ്ട്, സാറിനെ കാണാൻ ഒരുപാട് വിദേശത്ത് ആൾക്കാർ വരുന്നുണ്ട്, വിദേശ ഡോക്ടർമാരാണ്. നമ്മുടെ ഇവിടുന്ന് വിദ്യാർത്ഥികൾ ബ്രെയിൻ ഡ്രെയിൻ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ റിവേഴ്സ് ഡ്രെയിനിങ് നടക്കുന്നുണ്ട്. അത് സ്പെഷ്യലിസ്റ്റുകളാണ്. ജോസ് ഐസക് സാറിന് അറിയാം, സാറിന് ധാരാളം പേർ കാണാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എമർജൻസി മെഡിസിന്റെ സ്പെഷ്യലിസ്റ്റുകൾ സാറിനടുത്ത് പഠിക്കാൻ വരുന്നുണ്ട്. ജോസ് ഐസക് സാർ സംസാരിക്കാമോ? താങ്ക് യു. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഈ ടിന ഫാക്ടറാണ് ഇവിടെ വർക്കൗട്ട് ആകുന്നത് പലപ്പോഴും. എന്ന് വെച്ചാൽ ദർ ഇസ് നോ അതർ ഓൾട്ടർനേറ്റീവ് എന്നുള്ള ഒരു സങ്കല്പം വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ മറ്റു വൈദ്യശാസ്ത്രങ്ങൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ തന്നെ പല പല കാര്യങ്ങളും പല ഇതുകളും ഒക്കെ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നാട്ടറിവുകൾ അതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ വെസ്റ്റേൺ ഇതിനോടുള്ള ഒരു ഒരു അമിതമായ ആഭിമുഖ്യം, അത് വളർത്താൻ അതിന് പിന്നിൽ ഉള്ള അതിൻ്റെ സാമ്പത്തികം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെ പലപ്പോഴും ഈ ഞങ്ങളെപ്പോലെയുള്ള ഹോമിയോപ്പതി പോലെയുള്ള വൈദ്യശാസ്ത്രങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ നമുക്കറിയാം, കോവിഡ് പല കാര്യങ്ങളും നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. കേരളത്തിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലാണ് കേരളത്തിലെ ഹെൽത്ത് എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്, ഇന്ത്യയിൽ തന്നെ. അത് ഏറ്റവും കൂടുതൽ ആന്റിബയോട്ടിക് കഴിക്കുന്നു. അതെ, ഏറ്റവും അധികം 7300 കോടിയുടെ മരുന്ന് നമ്മൾ കഴിക്കുന്നു, ഭക്ഷണം 3500 കോടിയുടെയും കഴിക്കുന്നു. അപ്പോൾ മനസ്സിലാകാം അതിൻ്റെ ഇരട്ടിയാണ്. ഇനി രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഗുളിക കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ ഈയിടെ പറഞ്ഞു ഹോസ്പിറ്റലൈസേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത്, ഒരു പഠനം നാളെ പേപ്പറിലൊക്കെ വന്നിരുന്നു, ഹോസ്പിറ്റലൈസേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഇവിടെയാണ് ഏത് ലോകത്ത് എവിടെയെങ്കിലും ഒരു എപ്പിഡമിക് ഉണ്ടായാൽ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്, ഇന്ത്യയിൽ. നമ്മൾ ഇത് പറഞ്ഞിട്ട് നമ്മുടെ ടൂറിസത്തെയൊക്കെ ഒത്തിരിയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാവരും ഇവരൊക്കെ അറിഞ്ഞിട്ടാണോ ഇത് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോൾ പുതിയ വൈറസിനെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാവരെയും മുഴുവനായി നിർത്തിയേക്കുമായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇത് ഇങ്ങനെ ഒരു പ്രൊപ്പഗൻഡ കൊടുക്കുമ്പോൾ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു കേരളത്തിലെ ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ ചൈനയിൽ ഉണ്ടായെന്ന് പറയുന്നത്, ചൈനക്കാർ പറഞ്ഞ അത്ര പ്രശ്നമില്ല, ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടുണ്ടോ. പക്ഷെ നമ്മുടെ ഇവിടെ അതല്ല, കേരളത്തിൽ ഇത് ആഘോഷിക്കുകയാണ്. ഇത് ആഘോഷിച്ച് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, കേരളമാണ് ഇപ്പൊ ഇന്ത്യയിൽ ഏത് ലോകത്തിൽ ഏത് എപ്പിഡമിക് വന്നാലും ആദ്യം വരുന്നത് കേരള സ്റ്റേറ്റിലാണെന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. അത് നമ്മുടെ ടൂറിസത്തെ എന്തോരം അഫക്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റു കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്കറിയാം, കോവിഡ് കാലത്ത് 3rd വാക്സിൻ വന്നു. 3rd വാക്സിൻ എടുത്ത് എത്രയോ പേര് സഡൻ ഡെത്ത് ഉണ്ടായി, കുഴഞ്ഞു വീണ് മരണം. കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ കുഴഞ്ഞു വീണ് മരണം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് അതിന് മുമ്പുള്ള 5 കൊല്ലത്തിൻ്റെ ഇരട്ടിയായിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. കാരണം അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിലാണ് കളികൾ. കാരണം ഈ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ശ്രദ്ധ വരണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോഴേ ഇത് മനസ്സിലാവുകയുള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ ഈ കേരളത്തിലെ റോഡ് അപകടത്തിൽ ഇന്നലെയോ മിനിഞ്ഞാന്നോ പേപ്പറിൽ വായിച്ചു, ഏതാണ്ട് 10ഓളം പേര് 5നും 10നും ഇടയ്ക്ക് ആൾക്കാർ മരിക്കുന്നുണ്ട് ദിവസം. പക്ഷെ ഒരു എപ്പിഡമിക് വന്ന് മങ്കി പോക്സ് വന്നപ്പോൾ ഒരാൾ മരിച്ചത് ലോകം മുഴുവൻ അറിഞ്ഞു. അത് എങ്ങനെ നമ്മളെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ പ്രോഗ്രസ്സിനെ അത് ഒത്തിരിയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും ആരും കാണുന്നില്ല. പിന്നെ ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വൈദ്യശാസ്ത്രങ്ങൾ 3, 4, 5, 8 വൈദ്യശാസ്ത്രമുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ ഒരു ആയുഷ് സിസ്റ്റത്തിന് ഒരു മിനിസ്ട്രിയും കാര്യങ്ങളും ഉള്ളൂ. അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എങ്കിൽ പോലും ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴും നടക്കുന്ന ഒരു പ്രൊഫഷണൽ ഫൈറ്റ് എന്ന് പറഞ്ഞ പോലെ ഈ വൈദ്യശാസ്ത്രങ്ങൾ തമ്മിൽ, അതിനകത്ത് മീഡിയയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള, ഇങ്ങനെ ഈ മറ്റു വൈദ്യശാസ്ത്രങ്ങളെ കുറ്റം പറയാൻ ആർക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല, അവരതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ആയുർവേദത്തെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പുസ്തകമെങ്കിലും വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണോ ഈ ഇങ്ങനെ വിമർശിക്കുന്നത്? അത് IMAയുടെ നേതാവായാലും വേറെ എന്തിൻ്റെ നേതാവായാലും ശരി, ഇവരൊരു പുസ്തകമെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല, അത് വായിച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ഓരോരുത്തരെ പേര് കിട്ടാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ, അപ്പൊ അതിനെ ഒന്ന് നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യമാണ്. സോഷ്യൽ ഇന്ത്യൻ മെഡിക്കൽ മീഡിയയിലൊക്കെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ
ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലെ അലോപ്പതി മാത്രമായി ഒതുങ്ങിയത് എന്ത്? മറ്റു 2 വൈദ്യശാഖകളെ അവർ അവഗണിച്ചത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം വരണ്ടേ? എല്ലാ മെഡിക്കലും വരണം. അതെ, പക്ഷെ ഞാൻ പറയുന്നത് ഇതിനൊക്കെ പ്രാധാന്യം കിട്ടുന്നത് എവിടെയാണെന്നറിയോ? ഇവിടെ പ്രസ്താവിക്കാം, ആര് വേണമെങ്കിലും വീട്ടിൽ ഇരുന്ന് പ്രസ്താവിച്ചോട്ടെ, പക്ഷെ അതിനെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും മീഡിയകളാണ്. അതേസമയം പല കാര്യങ്ങളും കണ്ടടച്ചു കളയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് സഡൻ ഡെത്ത് ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 കൊല്ലം ഉണ്ടായതിന്റെ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന അത് നിഷേധിച്ചായിരുന്നു. ഇത് പിന്നെ 3ാമത്തെ വാക്സിന്റെ സൈഡ് എഫക്ട് മൂലമാണ് ഈ കുഴഞ്ഞു വീണ് മരണങ്ങൾ എന്നുള്ള വാർത്ത ലോകാരോഗ്യ സംഘടന നിഷേധിച്ചു. ലോകാരോഗ്യ സംഘടന തന്നെ അലോപ്പതിക്ക് ഒപ്പമാണെന്ന് തോന്നുന്നു. അത് അവരെ ഫണ്ട് ചെയ്യുന്നത് അലോപ്പതി ഫാർമസികളാണ്. അത് നമുക്കറിയാൻ പാടില്ലേ. ലോകാരോഗ്യ സംഘടനയ്ക്ക് ഫണ്ടൊന്നുമില്ല. അവർക്ക് കൊടുക്കുന്നത് ഈ ഫാർമ കമ്പനീസ് കൊടുക്കുന്ന വീതം കൊണ്ട് ജീവിക്കുന്നവരും അല്ല, അതുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നമ്മൾ കാണേണ്ടതുള്ളൂ. കാരണം അതൊക്കെ നമുക്കറിയാം, വെസ്റ്റേൺ നമ്മുടെ ഇവിടെ ഉള്ള പല കാര്യങ്ങളും ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ്. അത് ഇല്ലാതാക്കിയാലേ അവർ മാത്രമുള്ള ഒരു ഫീൽഡ് ആവുകയുള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ കോർപ്പറേറ്റുകൾ വലിയ വലിയ ഷോപ്പിംഗ് മാൾസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇവിടെ സാധാരണക്കാരൻ ഇല്ലാതെയാകുകയാണ്. സാധാരണ ഒരു മുറുകാൻ കടക്കാരനും ഒക്കെയാണ് ഇത് ഇല്ലാതാകുന്നത്. ഇവരാദ്യം ഇപ്പൊ നമുക്കറിയാം, ഉബർ ഇവിടെ വന്നപ്പോൾ ആദ്യം കേരളത്തിൽ തിരുവനന്തപുരത്ത് പലയിടത്തും പോകാൻ നമുക്ക് ടാക്സി എടുക്കുന്നതിനേക്കാൾ ഇരട്ടി ലാഭമായിരുന്നു. പക്ഷെ അത് സാധാരണ ടാക്സിക്കാരെ മുഴുവൻ ഇവരെ എലിമിനേറ്റ് ചെയ്തു. അവന് രക്ഷയില്ലാതെ അവൻ നിർത്തിപ്പോയി കഴിഞ്ഞപ്പോൾ 150 രൂപയ്ക്ക് പോയോണ്ടിരുന്നവർ ഇപ്പൊ 350 രൂപയ്ക്ക് പോവുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു നമ്മൾ കാണുന്ന ഒരു ഇത്. കൂടുതൽ അതെ, കോർപ്പറേറ്റൈസേഷൻ അത് വരുന്ന എല്ലാ മേഖലകളും വരും. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ നമുക്കറിയാം 2000 ആണ്ട് വരെ ഹെൽത്തും എഡ്യൂക്കേഷനും ഒരു പ്രത്യേക പ്രയോറിറ്റി കൊടുത്തിരുന്നു. ഇന്ന് അതെല്ലാം ഈ ഹെൽത്ത് എന്ന് പറയുന്നത് കേരളത്തിൽ ഈ ഒരു അടുത്ത 10 കൊല്ലത്തിനകം മുഴുവൻ കോർപ്പറേറ്റുകളുടെ കയ്യിലാവും. ബിഗ് കോർപ്പറേറ്റ് കമ്പനി. ഓക്കെ സാർ, നമുക്ക് പരീത് സാറിനെ ക്ഷണിക്കാം. പരീത് സാറേ, റൂമിൽ ഇപ്പോൾ ലവറാണ് സാറേ, സംസാരിക്കാമോ? കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ, രാജേഷിനെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഇതിൻ്റെ എല്ലാ വശങ്ങളും ആത്മാർത്ഥമായിട്ട് അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അതിൻ്റെ ചലഞ്ചസിനെ കുറിച്ചും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹെൽത്ത് കെയർ സിസ്റ്റവും മീഡിയയുമായിട്ട് വേണ്ടത്. മീഡിയ ശരിക്കും ഒരു പിന്നെ എവിഡൻസ് ബേസ്ഡ് റിപ്പോർട്ടിംഗ് അല്ലാതെ ചില സന്ദർഭങ്ങളിൽ ഇപ്പം നമ്മൾ ചൈനീസ് വൈറസിൻ്റെ കാര്യം തന്നെ പറഞ്ഞതുപോലെ ആൻഷ്യസ്ലി വളരെ ഈ ഒരു ഭീകരത വളർത്താനായിട്ട് ചില മാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ കേരള കൗമുദിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ഹോമിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് എന്നുള്ള കഴിഞ്ഞു. എന്നാൽ പോലും രാജേഷ് പല കാര്യങ്ങളും പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ കൂടെ ഇനി അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണ് ഹോമിയോപ്പതിയുടെ. അതെ, അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഹി വിൽ ഡെഫിനറ്റ്ലി കം ആൻഡ് വിസിറ്റ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു എവിഡൻസ് ബേസ്ഡ് റിപ്പോർട്ടിങ്ങിൽ ഒരു ഫോക്കസ് കൊടുത്താൽ ഈ എല്ലാ സിസ്റ്റത്തിലും അത് നമ്മൾ ഇൻ്റർഗ്രേറ്റഡ് എന്ന് പറയുന്ന സംഗതിയിൽ വളരെ ഈസി അല്ല. അതിന് ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചികിത്സാ രംഗങ്ങൾ വളരെ പിന്നെ വിപുലീകരിക്കപ്പെടും. ഇപ്പോഴാണ് ടെക്നോളജി വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വമതി. പിന്നെ അത് നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടി വരും. അത് ഹോമിയോയിലാണെങ്കിലും ഏത് ചികിത്സാ രംഗത്തിലാണെങ്കിലും ടെക്നോളജി ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊരു പിന്നെ ബാന്ധവം, അതായത് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീഡിയ ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റം, അത് വേണ്ടിവരും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള. കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഇപ്പം സമയം കുറഞ്ഞത് കൊണ്ട് ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസകളും നേരുകയാണ്. അതിലൂടെ നന്ദിയും പറയുക. താങ്ക് യു. ഓക്കെ സാർ, അപ്പോൾ നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായി. ഷൈല ഡോക്ടറെ, രാജേഷ് സാറിന് നന്ദി പറയുക. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യുക. ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യരംഗത്ത് മാധ്യമങ്ങളുടെ പങ്ക് എന്നുള്ള വിഷയത്തെ കുറിച്ച് സാറ് വളരെ നല്ല രീതിയിലാണ് ഇന്ന് സംസാരിച്ചത്. എല്ലാം ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള എല്ലാ കാര്യങ്ങളും സാറിൻ്റെ ആ സ്പീച്ചിലുണ്ടായിരുന്നു. കേരള കൗമുദി നമ്മുടെ ഹോമിയോപ്പതിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമായതാണ്. ഇനിയും ഇതുപോലുള്ള സപ്പോർട്ടുകൾ
കേരള ഹോമിയോപതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം ഈ 1 മണിക്കൂർ ചെലവഴിച്ച VS രാജേഷ് സാറിനെ IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ ഇത്രയും വിജയപ്രദമാക്കിയ ഈ സൂമിൽ പങ്കുചേർന്ന എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും IFPHന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി. ഒരു കാര്യം നമ്മൾ കലാ മാഡമാണ് സാറിനെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ആ മാഡം ചെയ്യുന്ന ഒരു അത് കലക്കി. സർവീസ് എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. സാറ് പറഞ്ഞ പോലെ സമൂഹത്തെ പുനഃക്രമീകരിക്കാൻ മാധ്യമങ്ങൾ കഴിയണം. തീർച്ചയായിട്ടും കഴിയട്ടെ. കേരള ഹോമിയോപ്പതിക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭനിദ്ര, ശുഭരാത്രി. നന്ദി.